റിവ്യൂ ബോംബിങ്ങിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഫിലിം ചേംബർ. സിനിമയെ തകർക്കുന്ന റിവ്യൂ അനുവദിക്കില്ല. ആ കുത്തക തകർക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഇത്? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനുള്ളതിന്. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. നടൻ മാധവ് സുരേഷിനെ അധിക്ഷേപിച്ച യൂട്യൂബർ അശ്വന്ത് കോക്കിനെതിരെ സൈബർ പോലീസിൽ പരാതി നൽകുമെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് വി അനിൽ തോമസ് പറഞ്ഞു. കുറെ കാലമായി ഇതും പറഞ്ഞ് എന്നിട്ട് പേടിപ്പിക്കുന്നു. ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. അശ്വന്ത് കോക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ വളരെ മോശപ്പെട്ടു. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, പാവൻ. മാധവ് സുരേഷിനെ പുള്ളി അബ്യൂസ് ചെയ്യുന്നു. മാധവ് സുരേഷിനെ അബ്യൂസ് ചെയ്യുന്ന പുള്ളി വിളിക്കുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ എടാ സുരേഷ് ഗോപിയുടെ മോനെ എന്നാണ്. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അയാൾക്കുണ്ടാവണമല്ലോ. ഞാനിതിനകത്ത് രാഷ്ട്രീയ മറ്റു സംഭവമൊന്നുമില്ല. പാവം മന്ത്രി അമ്മാവൻ പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി കൊടുക്കാനാവാതെ അമ്മാവൻ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. ഈ അശ്വന്ത് ഗോക്കിലുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അദ്ദേഹത്തിന്റെ എതിരെ ഒരു അലിഗേഷൻ, ഒരു ഫിംഗർ പോയിന്റ് ചെയ്യുന്നു. കുഞ്ഞുട്ടെ കണ്ടാൽ ആള് പാവാ, കിടഞ്ഞ കിരിക്കാടൻ ജോസിന് അപ്പനാ. അപ്പൊ അതിനെതിരെ രോഷകൂലനായിട്ട് വേറൊരു ആംഗിളിൽ വെല്ലുവിളിച്ച് എന്തൊക്കെ ഫ്രേസസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പുള്ളി. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ മേലെ. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളെ. അങ്ങനെ തന്നെയാ. കെട്ടിയാലും കടിക്കും, കെട്ടിയില്ലെങ്കിലും കടിക്കും. വെറുതെ അതും പറഞ്ഞ് എത്തി നോക്കി കടി കൊള്ളാൻ പോകണ്ട എന്റെ കുട്ടികളെ. സിനിമക്കാരെയും സിനിമയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, മൊത്തത്തിലുള്ള നിയന്ത്രണം. രണ്ട്, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് രണ്ടും ഞാൻ ചെയ്യും. ഇത് പാടെ നിരോധിക്കണം എന്നുള്ള ലെവലിലുള്ള ഡെക്കോറം, അതിന് യാതൊരു സംശയമില്ല. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്ക് എന്ത് നേരിടാൻ തയ്യാറായിരിക്കും. സാധനം നല്ലതാണോ ഓടും. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം.